മൂന്നാം സീറ്റിൽ തീരുമാനം വൈകുന്നതിനിടെ മുസ്ലിം ലീഗ് കോൺഗ്രസ് നിർണായക ചർച്ച നാളെ കൊച്ചിയിൽ. ഈ മാസം 27-ന് ചേരുന്ന ലീഗ് നേതൃയോഗത്തിന് മുൻപ് അന്തിമ തീരുമാനം വേണമെന്ന് കോൺഗ്രസിനോട് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. മൂന്നാം സീറ്റിൽ ലീഗുമായുള്ള തർക്കം നീളുന്നത് മുന്നണിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് കെ മുരളീധരൻ MP 24-നോട് പറഞ്ഞു. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ഞങ്ങൾക്ക് അങ്ങനെ അർഹതയുടെ സർട്ടിഫിക്കറ്റ് അല്ല ആവശ്യം, സീറ്റാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ ഐക്യം ശക്തിപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF-ൽ അത് ശക്തിപ്പെടും. ഞങ്ങൾ 20-20 ജയിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാം സീറ്റ് ചോദിച്ചതിൽ തെറ്റില്ലെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകൂവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഒരു സംശയവുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. അവർ എല്ലാ കാലവും ഇത് ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക. അത് ഞങ്ങളുടെ ചർച്ചകളിൽ അന്തിമമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമും തിരുവനന്തപുരത്ത് നിന്ന് സലിം മലിക്കും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സമീർ ബിൻ കരീമിലേക്ക്. സമീർ, ലീഗിൻ്റെ തീരുമാനം നേരത്തതുപോലെ തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്ന വിധത്തിലാണോ? ഇപ്പോൾ മുന്നണിയുടെ വിജയസാധ്യതയെ തന്നെ ബാധിക്കുമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയല്ലേ വരുന്നത്? തീർച്ചയായും UDF-ലെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നത് നിലവിൽ ഈ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഇക്കാര്യം നീണ്ടുപോകുന്നത്, ഒരു അന്തിമ തീരുമാനം വരാതെ നീണ്ടുപോകുന്നതാണ് മുസ്ലിം ലീഗിനെ കടുത്ത പ്രതിഷേധത്തിനും അതിർത്തിക്കും ഇടയാക്കിയിരിക്കുന്നത്. ഒന്നുകിൽ മൂന്നാം സീറ്റ് ലഭിക്കുക, അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടത്തുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ്. എന്നാൽ ഇത് രണ്ടും നടക്കാതെ പോകുമ്പോഴാണ് മുസ്ലിം ലീഗ് ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് അന്തിമ ഒരു ഉഭയകക്ഷി ചർച്ച നാളെ എറണാകുളത്ത് നടക്കാൻ പോവുകയാണ്. ഇതിൽ എന്ത് തന്നെ ആയാലും തീരുമാനം എന്തായാലും ഇതിലൊരു തീരുമാനം വേണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട്. അത് കഴിഞ്ഞ് 27-ാം തീയതി മുസ്ലിം ലീഗ് നേതൃയോഗം മലപ്പുറത്ത് ചേരുകയും ചെയ്യും. നാളത്തെ തീരുമാനം എന്ത് തന്നെയായാലും 27-ാം തീയതി മുസ്ലിം ലീഗ് സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത് ഈ മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ നീണ്ടുപോകുന്നത് അണികൾക്കിടയിൽ പ്രതിഷേധത്തിനും അതോടൊപ്പം തന്നെ വോട്ടർമാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പത്തിനും ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് മുന്നണിക്കകത്ത് ഒരു യാചിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ള ഒരു നിരീക്ഷണം വരുന്നുണ്ട് എന്നുള്ളതുമാണ് മുസ്ലിം ലീഗിനെ ആകെ ഒരു അമർഷത്തിനിടയാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5-ാം മന്ത്രിസ്ഥാനം പോലെ ഇതൊരു വലിയ അത്തരമൊരു വിവാദത്തിലേക്ക് എത്തിക്കേണ്ടതില്ല എന്നുള്ളതും പാർട്ടി വിലയിരുത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാളത്തെ യോഗം ഇത്രയേറെ നിർണായകമാകാൻ പോകുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നത് കെ മുരളീധരന്റെ പ്രതികരണമാണ്. കെ മുരളീധരൻ പറയുന്നത് മുസ്ലിം ലീഗ് ഇടയ്ക്കിടെ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗിന് അർഹതയുണ്ട്, യോഗ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ല നിലവിൽ മുസ്ലിം ലീഗിന് ആവശ്യം. പകരം ഇത്തരത്തിലൊരു സീറ്റ് നൽകുകയോ തീരുമാനമാവുകയോ എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് ആവശ്യം എന്നുള്ളതാണ് നിലവിൽ കെ മുരളീധരൻ MP വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട നിലപാട് അല്ലെങ്കിൽ തീരുമാനം നീണ്ടുപോകുന്നത് മുന്നണിയുടെ വിജയത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്നും ഉള്ളതുമാണ് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നത്. അത് വ്യക്തമാക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെ രണ്ടഭിപ്രായമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഏതായാലും നിലവിൽ മുസ്ലിം ലീഗിന് 2 സീറ്റാണ് ലോക്സഭയിലേക്കുള്ളത്. ഇതിൽ AT മുഹമ്മദ് ബഷീർ MP ഒപ്പം തന്നെ അബ്ദുൾ സമദ് സമദാനിയുമാണ് മത്സരിക്കുക. അങ്ങനെ എന്നാൽ ഇതിലേക്ക് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മുസ്ലിം ലീഗിന് നടത്തണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്യ പ്രചാരണം ഉൾപ്പെടെ മുസ്ലിം ലീഗിൽ നിലവിൽ നടക്കാതെ പോകുന്നുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് നാളെ ഒന്നതിലപ്പുറത്തേക്ക് ഈ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ നീണ്ടു പോകരുത് എന്നുള്ള ഒരു കർക്കശ നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്താനുള്ള ഒരു കാരണം. ഈ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട ആദ്യ ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിന് ഒരു കർക്കശമായ അല്ലെങ്കിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല. കാരണം നിലവിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കേണ്ടതില്ല, പകരം ഒരു വിട്ടുവീഴ്ച ചെയ്യാമെന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗ് നിലപാടായി പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് മൂന്നാം സീറ്റ് ലഭിക്കില്ലെന്ന വാർത്തകൾ വരുന്നു, അതോടൊപ്പം രാജ്യസഭാ സീറ്റ് ലഭിക്കില്ലെന്ന വാർത്തകൾ വരുന്നു. അത് മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിനും നേതൃത്വത്തിനെതിരെ പാർട്ടിക്കകത്ത് വിമർശനത്തിനും ഇടയാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു മുസ്ലിം ലീഗ് ഒരു വിട്ടുവീഴ്ച നിലവിൽ വിഷയത്തിൽ വേണ്ടതില്ല, പകരം എന്ത് വില കൊടുത്തും ഒരു സീറ്റോ രാജ്യസഭാ സീറ്റോ വേണമെന്നുള്ള നിലപാടിലേക്ക് ലീഗ് എത്താനിടയായ സാഹചര്യം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട്
ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. നിലവിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറത്തും അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിൽ മത്സരിക്കുമെന്നുള്ള ചർച്ചയിലാണ് എത്തിയിരുന്നത്. എന്നാൽ CPM-നകത്ത് നിന്ന് KS ഹംസ പൊന്നാനിയിൽ എത്തുന്നു എന്ന് അറിയിച്ചതോടെ ഇ ടി മുഹമ്മദ് ബഷീർ വേണമെങ്കിൽ പൊന്നാനിയിൽ തന്നെ മതി എന്നുള്ള തീരുമാനത്തിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത്തരം ചർച്ചകൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ പുറത്ത് പ്രഖ്യാപിക്കുകയും വേണമെങ്കിൽ മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വേണമെന്നുള്ളതാണ് ലീഗിന്റെ ഒരു നിലപാട്. വേണം. ശരി, സലിം മലിക് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. സലിം, മുരളീധരന്റെ പ്രതികരണം ഒരു മുന്നറിയിപ്പാണ്. ഇതിപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിന്റെ തലത്തിൽ നിന്ന് മുന്നണിയുടെ വിജയസാധ്യതയിലേക്ക് വളരുന്നുവെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് നൽകുന്ന സൂചന എന്താണ്? ഈ വിഷയത്തിൽ ലീഗിനെ അനുനയിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യമെങ്കിൽ ഇടപെടുമെന്നാണോ? വേണു, നമുക്ക് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളുടെ പ്രതികരണം അത് ആദ്യഘട്ടത്തിൽ ഈ വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലെയും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലെയും പ്രത്യേകം എടുത്തു തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും മുസ്ലിം ലീഗിനെ ആ നിലയിൽ അവരുടെ സീറ്റ് ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ അത് വിശദമായ ചർച്ചകൾക്ക് ശേഷം പരിഗണിക്കും എന്നുള്ള അഭിപ്രായത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ലീഗ് നേതാക്കളാകട്ടെ പരസ്യമായി കോൺഗ്രസിനെതിരെയോ അതല്ലെങ്കിൽ മൂന്നാം സീറ്റ് വേണമെന്നൊരു വാശി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രകടിപ്പിച്ചതുമില്ല. അതൊക്കെ മുന്നണിക്കുള്ളിൽ ചർച്ച നടത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ മുന്നണിയിലെ ചർച്ചയിൽ കാര്യമായ പുരോഗതി മുസ്ലിം ലീഗ് കാണാത്തത് കൊണ്ടാണ് ലീഗ് നേതാക്കൾ പരസ്യമായി തന്നെ ലീഗിന്റെ ആവശ്യം മൂന്നാം സീറ്റ് ആവശ്യം ന്യായമാണെന്നും അത് ഔദാര്യമല്ലെന്ന് ഉൾപ്പെടെയുള്ള കടന്ന പ്രസ്താവനകളിലേക്ക് കടക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായി UDF-ൽ ഉണ്ടാകുന്ന പരസ്യ പ്രതികരണങ്ങൾ അത്ര ശുഭകരമല്ല മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം വസ്തുതയാണ്. അതിനിടയിലാണ് കെ മുരളീധരൻ ഇന്ന് നടത്തിയ പ്രസ്താവന മാത്രമല്ല മുൻപ് നടത്തിയ പ്രസ്താവനയും അത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു എതിരഭിപ്രായം രണ്ടഭിപ്രായം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് നേതാവ് മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുണ്ട്. UDF കൺവീനർ MM ഹസൻ അത് പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ആ എതിർപ്പ് കെ മുരളീധരന് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ഒരു UDF കൺവീനർ എന്ന നിലയിൽ ചർച്ച നടക്കുന്ന വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളൊരു MM ഹസന്റെ നിലപാട് അത് കെ മുരളീധരനുള്ള ഒരു മറുപടിയായിരുന്നു. പക്ഷേ കെ മുരളീധരൻ വീണ്ടും ആ നിലയിൽ തന്നെ ലീഗിന്റെ ആവശ്യത്തിന് പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ലീഗിന് സീറ്റ് നൽകണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് അതൊരു പരസ്യ പ്രതികരണത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ ആശയക്കുഴപ്പം UDF-ൽ ഇത് സംബന്ധിച്ചുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഇത് ലീഗിന് അനുനയിപ്പിക്കാൻ കഴിയും, അത് ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു ചിന്ത. പക്ഷേ അത് ദിവസങ്ങൾ ചെല്ലുന്തോറും അത് വളർന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസങ്ങളിൽ ഉയർത്തിയതുപോലെ ഒരു ആവശ്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴതൊരു അഭിമാന പ്രശ്നമായി കൂടി മാറിയിരിക്കുന്നു. അങ്ങനെ രണ്ട് പാർട്ടികളുടെയും ഒരു മുന്നണിയിലെ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷായി ഈ വിഷയം വളർന്നതുകൊണ്ട് തന്നെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതയെ ഉൾപ്പെടെ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ള ബോധ്യം UDF നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് കൂടി കടന്നത്. കാരണം ഫെബ്രുവരി 14-ന് UDF ഏകോപന സമിതി യോഗം ചേരാൻ ആദ്യം തീരുമാനിച്ചതാണ്. അതിന് തൊട്ട് മുൻപ് ഫെബ്രുവരി 13-ന് ഒരു ഉഭയകക്ഷി ചർച്ച കൂടി കോൺഗ്രസും ലീഗും തമ്മിൽ നടത്തണം എന്നൊരു ആവശ്യം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾക്ക് മുൻപിൽ വെച്ചതാണ്. പക്ഷെ അന്ന് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച നിലപാട് ഇനിയൊരു ഉഭയകക്ഷി ചർച്ചയും വേണ്ട, പകരം ഏകോപന സമിതി മതി, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതല്ലാതെ അനൌദ്യോഗികമായ ആശയവിനിമയം നടത്താമെന്നൊരു കടുംപിടുത്തമായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ലീഗിന്റെ നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. മാത്രമല്ല ആദ്യം UDF യോഗം തന്നെ ചേരാം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ ഇതിലൊരു തീരുമാനമാകാതെ ഇനി UDF യോഗം നടത്തിയാൽ ബഹിഷ്കരിക്കുമെന്നൊരു കടുത്ത നിലപാട് മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചതോടുകൂടിയാണ് എറണാകുളത്ത് വെച്ച് ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിൽ കുഞ്ഞാലിക്കുട്ടിയുമായി PK കുഞ്ഞാലിക്കുട്ടിയുമായി K സുധാകരനും ഒപ്പം തന്നെ VD സതീശനും ഒക്കെ അനൌദ്യോഗികമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയിലൊന്നും പുരോഗതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രഖ്യാപനം തന്നെ വേണം എന്നൊരു നിലപാട് മുസ്ലിം ലീഗിനുണ്ട്. പക്ഷേ രാജ്യസഭാ സീറ്റിലെ പ്രശ്നം നിലവിൽ ഈ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഓരോ രാജ്യസഭാ MP-മാർ മാത്രമാണ് ഉള്ളത്. അതിനിടയിൽ മറ്റൊരു സീറ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ ലീഗിന് 2 സീറ്റിലേക്ക് ഉയരുകയും കോൺഗ്രസ് അതിലും താഴേക്കും ചെയ്യുന്നൊരു സാങ്കേതികമായ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിലപാട്. മാത്രമല്ല നിലവിൽ സിറ്റിംഗ് MP-മാരായിട്ടുള്ള MP-മാരാണ് 15 പേരുമുള്ളത്. അവിടെ നിന്ന് എങ്ങനെയാണ് UDF മുസ്ലിം ലീഗിന് ആ സീറ്റ് നൽകുക എന്നുള്ളതാണ് ആശയക്കുഴപ്പം. എന്നാൽ ആലപ്പുഴ സീറ്റ് നൽകാൻ ഒരു നിവൃത്തിയുമില്ല എന്നുള്ളൊരു ഘട്ടം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമമൊക്കെ അതിന്റെ ഘട്ടമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നാളത്തെ ഈ ഉഭയകക്ഷി ചർച്ച വളരെ നിർണായകമാണ്. കാര്യം അതിൽ
കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പായും നമുക്ക് ആ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഈ ഘട്ടം വരെയും ഉള്ളത്. പക്ഷേ ആ തീരുമാനത്തോട് ലീഗ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കെ സി വേണുഗോപാലിന്റെ ഇന്നത്തെ പ്രതികരണത്തോടു കൂടിയും ചില വിട്ടുവീഴ്ചകളൊക്കെ മുന്നണിയായാൽ ചെയ്യണം, ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള മറുപടിയൊക്കെ അത് ലീഗിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. അതായത് കെ മുരളീധരനും ആ നിലയിലുള്ള ഒരു പ്രതികരണം മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുമ്പോൾ, കോൺഗ്രസിൽ നിന്ന് സംസാരിക്കുമ്പോൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ മുന്നണിയിലെ വിട്ടുവീഴ്ചയും മര്യാദയും ചൂണ്ടിക്കാട്ടിയാണ് പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വേണു, ശരി. 3-ാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യം മുന്നണിയിൽ പ്രതിസന്ധിയാകുന്നു. നാളെ നിർണായക ചർച്ച. വിശദാംശങ്ങളാണ് സലിം മലിക്കും സമീർ ബിൻ കരീമും നൽകിയത്.